ഇന്ത്യൻ സാമ്പത്തിക ലോകത്ത് എപ്പോഴും വലിയ ചർച്ചകൾ വഴിയൊരുക്കുന്ന ഒരു വിഷയമാണ് കറൻസി നോട്ടുകളുടെ ഭാവിയെക്കുറിച്ചുള്ള സംശയങ്ങളും ഊഹാപോഹങ്ങളുമെല്ലാം. 2016 നോട്ട് നിരോധനവും അടുത്തിടെ ഉണ്ടായ 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചതും ഇന്ത്യൻ ജനതയ്ക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന അനുഭവമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഏതെങ്കിലും നോട്ടുകൾ ഭാവിയിൽ ഒരു ഭീഷണിയാകുന്നുണ്ടോ എന്ന ആശങ്കയും മുൻപിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് 500 രൂപ നോട്ടുകൾ നിരോധിക്കാൻ പോകുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? 2016 നവംബർ 8 രാത്രി ഇന്ത്യക്കാർ ഒരിക്കലും മറക്കാനാവാത്ത ദിവസമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ അപ്രതീക്ഷിതമായ പ്രഖ്യാപനം രാജ്യത്തെ 500, 1000 രൂപ നോട്ടുകൾക്ക് നിയമപരമായ സാധുത നഷ്ടപ്പെട്ടു എന്നതാണ്. കള്ളപ്പണം തടയുക, ഭീകരവാദത്തിന് പണം ഒഴുകുന്നത് നിർത്തുക, വ്യാജ നോട്ടുകൾ ഇല്ലാതാക്കുക തുടങ്ങിയ നിരവധി ലക്ഷ്യങ്ങളോടെ കൂടിയാണ് ആ തീരുമാനം അന്നുണ്ടായത്. തുടർന്ന് 2000 രൂപ നോട്ടുകൾ വരികയും പിന്നീട് 2023 അവ പിൻവലിക്കുകയും ചെയ്തു. ഈ തുടർച്ചയായ മാറ്റങ്ങൾ സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഏത് നോട്ടാണ് നിരോധിക്കാൻ പോകുന്നതെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ വൈറലായിരുന്നു. 2026 മാർച്ചോടെ 500 രൂപ നോട്ടുകൾ നിരോധിക്കാൻ പോകുന്നു എന്നായിരുന്നു അതിലെ പ്രധാന പ്രചരണം. ഈ വാർത്ത വലിയ രീതിയിൽ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. എന്നാൽ റിസർവ് ബാങ്കോ കേന്ദ്ര സർക്കാരോ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രസ് ഇൻഫർമേറ്റീവ് ബ്യൂറോയുടെ ഫാക്ടർ ചെക്ക് യൂണിറ്റ് ഈ വാർത്ത വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 500 രൂപ നോട്ടുകൾ ഇപ്പോഴും നിയമപരമായി നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അത് നിയമപരമായ ഒരു കറൻസി തന്നെയാണ്. അവ നിരോധിക്കാൻ യാതൊരു പദ്ധതിയും ഇല്ല എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ തെറ്റിദ്ധാരണ എവിടെ നിന്നാണ് വന്നതെന്നാണ് പലരും ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ റിസർവ് ബാങ്ക് ഒരു സർക്കുലർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ATMകളിൽ നിന്നും 100, 200 രൂപ നോട്ടുകൾ കൂടുതൽ ലഭ്യമാക്കാൻ ബാങ്കുകളോട് ആവശ്യപ്പെടുന്നുണ്ട്. 2025 സെപ്റ്റംബറിൽ 75% ATMകളിലും 2026 മാർച്ച് 90% ATMകളിലും കുറഞ്ഞ മൂല്യമുള്ള നോട്ടുകൾ ഉറപ്പാക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഇത് ജനങ്ങൾക്ക് ദൈനംദിന ഇടപാടുകൾക്ക് സൗകര്യമൊരുക്കാനുള്ള ഒരു സാധാരണ കറൻസി മാനേജ്മെന്റ് നടപടി മാത്രമായിരിക്കും. ഇതിനെ 500 രൂപ നോട്ട് നിരോധനവുമായി കെട്ടേണ്ടതില്ല എന്നതാണ് പറയപ്പെടുന്നത്. സാമ്പത്തിക തീരുമാനങ്ങൾ എപ്പോഴും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ നേരിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ മാത്രം വിശ്വസിക്കുകയും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്ന് മാത്രം വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ സത്യാവസ്ഥ എപ്പോഴും പരിശോധിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കറൻസി നോട്ടുകളെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിടുന്ന പ്രധാന ഏജൻസി. നോട്ട് നിരോധനം പോലുള്ള കടുപ്പമേറിയ നടപടികൾക്ക് പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുക, സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഔദ്യോഗികമാക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. UPI പോലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ഇന്ത്യയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇത് പണമിടപാടുകളിൽ വിപ്ലവം സൃഷ്ടിക്കും. എന്നിരുന്നാലും ഇന്ത്യ ഇപ്പോഴും ഒരു വലിയ അളവിൽ പണം ഉപയോഗിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കറൻസി നോട്ടുകൾ ഇന്ത്യൻ ജനജീവിതത്തിൽ ഇന്നും വലിയ പ്രാധാന്യമുണ്ട്. ഭാവിയിൽ കറൻസി നോട്ടുകൾ പൂർണ്ണമായി ഇല്ലാതാകുമോ എന്ന സംശയവും ഉയരുകയാണ്. ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഡിജിറ്റൽ കറൻസികളുടെ വരവ് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയും സ്വന്തമായി ഒരു ഡിജിറ്റൽ കറൻസി പൈലറ്റ് അടിസ്ഥാനത്തിൽ പുറത്തിറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഭാവിയിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയേണ്ടതാണ്. എങ്കിലും നിലവിൽ രാജ്യത്തെ ഏതെങ്കിലും പ്രത്യേക നോട്ട് നിരോധിക്കാൻ ഔദ്യോഗികമായി ഒരു നീക്കവും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതിനാൽ തന്നെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കരുത്. 500 രൂപ നോട്ടുകൾക്ക് നിലവിൽ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളുടെ കൈവശമുള്ള 500 രൂപ നോട്ടുകൾക്ക് പൂർണ്ണ നിയമസാധുതയുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കുക. അതേസമയം തന്നെ 500 രൂപയുടെ കള്ളനോട്ടുകളുടെ പ്രചരണം വർദ്ധിക്കുന്നതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ബാങ്കിംഗ് സംവിധാനത്തിൽ നിന്നും 500 രൂപയുടെ വ്യാജ നോട്ടുകൾ കണ്ടെത്തിയതിൽ 37.3% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. RBIയും ബാങ്കുകളും ചേർന്ന് ഈ സാമ്പത്തിക വർഷം 1.18 ലക്ഷം വ്യാജ 500 രൂപ നോട്ടുകളാണ് കണ്ടെത്തിയത്. ഏകദേശം 5.88 കോടി രൂപയുടെ മൂല്യം വരുന്ന ഈ നോട്ടുകളാണ് ഇത്തവണ കണ്ടെത്തിയത്. ഇത് മുൻ സാമ്പത്തിക വർഷം കണ്ടെത്തിയ
നോട്ടുകളെ അപേക്ഷിച്ച് കൂടുതലുമാണ്. 500 രൂപ നോട്ടുകൾക്ക് പുറമെ 200 രൂപ നോട്ടുകളുടെ കള്ളനോട്ടുകളിലും 13.9% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2024-25 32,660 വ്യാജ 200 രൂപ നോട്ടുകൾ പിടിച്ചെടുത്തു. 10, 20, 50, 100 രൂപ നോട്ടുകളുടെ കള്ളനോട്ടുകളും യഥാക്രമം 32.3%, 14%, 21.8%, 23% എന്നിങ്ങനെ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ 2000 രൂപ നോട്ടുകളുടെ കള്ളനോട്ടുകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2023-24 26,035 ആയിരുന്നത് 2024-25 3,508 ആയി കുറഞ്ഞു. കള്ളനോട്ടുകളുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും RBI ബാങ്കുകൾ ചേർത്ത് കണ്ടെത്തിയ ആകെ വ്യാജ ഇന്ത്യൻ കറൻസി നോട്ടുകളുടെ എണ്ണം 2024-25 2.17 ലക്ഷമാണ്. ഇത് 2023-24 2.22 ലക്ഷത്തെ അപേക്ഷിച്ച് നേരിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ 2024-25 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്ത് പ്രചരണത്തിലുള്ള നോട്ടുകളുടെ മൂല്യവും എണ്ണവും യഥാക്രമം 6%, 5.6% വർദ്ധിച്ചിട്ടുണ്ട്. പ്രചാരണത്തിലുള്ള നോട്ടുകളുടെ മൊത്തം മൂല്യത്തിൽ 500 രൂപ നോട്ടിന്റെ പങ്ക് 86% ആണെങ്കിലും അതിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. എണ്ണത്തിന്റെ കാര്യത്തിൽ 40.9%മായി 500 രൂപ നോട്ടുകളാണ് ഏറ്റവും കൂടുതൽ പ്രചാരണത്തിലുള്ളത്. 16.4%മായി 10 രൂപ നോട്ടുകൾ തൊട്ടു പിന്നാലെയുണ്ട്. 10, 20, 50 രൂപ നോട്ടുകൾ ഒരുമിച്ച് ആകെ നോട്ടുകളുടെ 31.7% വരും. കള്ളനോട്ടുകളുടെ വർധനവ് പൊതുജനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നതിനാൽ നോട്ടുകളുടെ സുരക്ഷാ സവിശേഷതകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.